ിക്കുക ഇതാണ് ഏറ്റവും പ്രധാനം. രാവിലെയും വൈകുന്നേരവും വിളക്ക് കത്തിച്ച് നാമം ചൊല്ലാൻ, അത് കുടുംബത്തോടൊപ്പം ഒരുമിച്ച് ചെയ്യാൻ സാധിച്ചാൽ ഏറ്റവും നല്ലത്. 30 ദിവസം നീണ്ടു നിൽക്കുന്ന വൈശാഖ വ്രതാനുഷ്ഠാനത്തിൽ പല തടസ്സങ്ങളും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നേരിടാം. ചിലപ്പോൾ ചിലർക്ക് പുസ്തകം വായിക്കാൻ പറ്റാതെ വരാം, വിളക്ക് കത്തിക്കാൻ സാധിക്കാതെ വരാം, ഉപവാസം പരിപൂർണമാക്കാൻ സാധിക്കാതെ വരാം. ഇതിലൊന്നും തന്നെ നിരാശരാകരുത്. ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. സദാ ഭഗവാന്റെ നാമം ജപിക്കുക. അതിനിതൊന്നും ഒരു തടസ്സമല്ല. സദാ ഭഗവത് വിചാരത്തോടു കൂടി ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് സ്വന്തം ഉത്തരവാദിത്തങ്ങളും കർമ്മങ്ങളും നിറവേറ്റുക. അതിന്റെ പുണ്യവും പാപവും ഒക്കെ ഭഗവാനിൽ സമർപ്പിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വ്രതം അതിന്റെ പരിപൂർണതയോടുകൂടി തന്നെ പൂർത്തിയാക്കാൻ സാധിക്കും. ഇതിന്റെ ഇടയിൽ വരുന്ന തടസ്സങ്ങളൊന്നും തന്നെ നിങ്ങളെ ബാധിക്കുകയില്ല.